ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ് കാണിക്കുന്നത്. രക്തധമനിയിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ ശക്തി കൂടുന്ന അവസ്ഥ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹോം റെമഡീസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. തക്കാളിയിൽ ജലാംശത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് നമുക്കറിയാം. അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഉയർന്ന കൊളസ്ട്രോള്, പക്ഷാഘാതം, ഹൃദ്രോഗങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ സംരക്ഷണം തരാൻ കഴിവുള്ള ഒരു പഴമാണ് നമ്മുടെ ഈ തക്കാളി. ധാരാളം പോഷക ഗുണങ്ങളും അതിലുണ്ട് കേട്ടോ. തക്കാളി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. തക്കാളിയിൽ വിറ്റമിൻ എ, സി, കെ, ഫോളേറ്റ്, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലുകളുടെ ബലത്തിനും തകരാറുകളൊക്കെ പരിഹരിക്കാനായിട്ടും തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ കെയും കാൽസ്യവും സഹായിക്കുന്നുണ്ട്. തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾ തൊലിച്ചീകിയൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് പഞ്ചസാരയാണ്. അത് ഓപ്ഷനിലാണ്. അത് കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും ചേർക്കണമെന്നില്ല. പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് തക്കാളി സഹായിക്കുമെങ്കിലും തക്കാളി നമ്മൾ ഇതുപോലെ പഞ്ചസാര ഇട്ട് ഡയബറ്റിക് ഉള്ളവർ ജ്യൂസ് അടിക്കാതിരിക്കുക. നമ്മളിവിടെ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുന്ന സമയത്ത് ഞാനൊരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെ നമ്മുടെ തക്കാളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കട്ടിയിലൊക്കെ കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെള്ളം ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തണുത്ത വെള്ളത്തിലൊക്കെ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാം കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടി ഈ വേനൽക്കാലത്ത് കുടിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഈ ജ്യൂസ് പ്രത്യേകിച്ചും എല്ലുകൾക്ക് പ്രശ്നങ്ങളുള്ളവർ അതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മളിത് കഴിക്കുന്നത് നല്ലതാണ്. അതായത് കൈകാൽ മുട്ടുകൾക്കൊക്കെ വേദന അനുഭവപ്പെടുന്നവർക്ക് തക്കാളി കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരിക്കലും കൂടിയ അളവിൽ തക്കാളി കഴിക്കുന്നത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ അമിതമായിട്ട് തക്കാളി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യമെന്ന് പറയുന്നത് വൃക്കയിൽ കല്ലുണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ്. അങ്ങനെ പ്രശ്നങ്ങൾ, സ്റ്റോണൊക്കെ ഉള്ളവർ തക്കാളി ജ്യൂസാക്കിയൊക്കെ കഴിക്കുന്നതും തക്കാളി പച്ചയ്ക്ക് നമ്മൾ വെറുതെ സാലഡിലൊക്കെ കൂടുതലായിട്ട് അല്ലെങ്കിൽ കറികളിൽ കൂടുതലായിട്ട് ചേർത്ത് കഴിക്കുന്നതും ഒഴിവാക്കുക. പൊതുവായി നമ്മുടെ ആരോഗ്യത്തിനായിട്ട് നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യങ്ങളൊക്കെ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. BP ഉള്ളവരാണെങ്കിൽ BP ഇപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറയുന്നതാണ്. BP നോർമലായി കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ ഉടനെ വീണ്ടും കാണാം. ടാറ്റാ.